ഹായ് ഗൈസ്, ഈ പ്രാവശ്യം മുംബൈയിൽ വന്നത് വലിയ വലിയ പ്ലാൻസ് ആയിട്ടാണ്. പക്ഷെ മുംബൈ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ കണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് കൂടി ആയിട്ട് ഒരു ബ്രഞ്ച് ആയിട്ട് ഞങ്ങൾ ഒരു വെജ് മീൽസ് അങ്ങനെ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായി. അത് പുറത്ത് നല്ല വെള്ളം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ വലിയ വലിയ പ്ലാൻസ് ആയിട്ടാണ് മുംബൈ വന്നെങ്കിൽ ഇവിടുത്തെ മഴ കാരണം ഞങ്ങൾ ബുക്ക് ചെയ്ത ട്രക്കിംഗ് ആണ് ക്യാൻസൽ. എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ മുംബൈ ലോക്കൽ ട്രെയിനിൽ കൂടി ഇങ്ങനെ പോകണം. പിന്നെ മഹാരാഷ്ട്രയിൽ കുറേ സ്ഥലം കാണാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പൻവേൽ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാണാണ്ടാന്ന് നോക്കിയപ്പോൾ അവിടെ അടൈ വാട്ടർഫാൾ എന്ന് പറഞ്ഞ വാട്ടർഫാൾ ഉണ്ട്. എന്തായാലും ബുക്ക് ചെയ്ത ട്രക്കിംഗ് ക്യാൻസൽ ആയി. ഇനി ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലത്ത് പോകാന്ന് വിചാരിച്ചാൽ ഇവിടെ വന്നാൽ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു വാട്ടർഫാൾ ആണ്. എന്നാലും വാട്ടർഫാളിന്റെ മേളിൽ വരെ നമുക്ക് പോകാം. ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന സ്ഥലത്തൂടെ ഇങ്ങനെ നടന്ന് അതിന്റെ മേളിൽ പോയി കുളിച്ചിട്ടൊക്കെ വരാം. നല്ല രസമുണ്ടായി കാണാനൊക്കെ. കണ്ടപ്പോൾ ഒരു അഡ്വഞ്ചർ ഫീലും തോന്നിയിട്ട്. മഹാരാഷ്ട്രയിൽ ഇങ്ങനത്തെ കുറേ സ്ഥലമുണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയ. പിന്നെ കുറേ വാട്ടർഫാളും ഫോർട്ടും അതിന്റെ മേളൊക്കെ നമുക്ക് ഇങ്ങനെ വലിഞ്ഞ് കയറാം. ആരും ഒന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് തോന്നുന്നു കേരളത്തിൽ നിന്ന് കുറേ പേര് മഹാരാഷ്ട്രയിലേക്ക് എല്ലാ കൊല്ലം വന്ന. പിന്നെ സ്വന്തം റിസ്കി കയറണോട്ടെ, ഏത് മല കയറും. മേളിൽ ചെന്ന് കുളിക്കാന്ന് വിചാരിച്ചാൽ പോയാൽ അവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. തിരിച്ചിറങ്ങാന്ന് വിചാരിച്ചു. ഇറങ്ങിയപ്പോൾ 4 മലയാളികളെ കിട്ടിയിട്ട് എവിടെ ചെന്നാലും മലയാളികളുണ്ട്. പിന്നെ ഞാനും ടോണിയും മാത്രമുണ്ട് വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തിയത്. ഫിലിപ്പിന് എത്താൻ പറ്റില്ല. അവനെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇതിൽ കൂടി ഒരു വഴിയുണ്ട്. അവൻ ഇതിന്റെ മേലിൽ കൂടി കറങ്ങി അവിടെ എത്തണമെന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ എത്തിയില്ല, പോലീസ് പിടിച്ച്. അങ്ങനെ മൊത്തത്തിൽ മൂഡ് ഓഫ് ആയി കിടന്ന ട്രിപ്പ് അങ്ങോട്ട് മൂഡ് ഓൺ ആയിട്ട് ഈ വാട്ടർഫാളും അവിടെ എത്തി നടന്ന് മഴയൊക്കെ കൊണ്ടുവന്നപ്പോൾ വൈബായിട്ട് തിരിച്ച് നടന്ന് പോകാൻ ഒരു ബിരിയാണി കട ഉണ്ട്. എന്നാൽ മുംബൈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് കയറിയതാണ്ട്. ഹാഫ് ബിരിയാണിക്ക് 70 രൂപയായിരുന്നു. നല്ല ചൂട് പാർന്ന ചിക്കൻ ബിരിയാണി. എന്റെ പൊന്നോ കിടിലൻ ബിരിയാണി. ഞാൻ മുംബൈയിൽ നിന്ന് കഴിച്ച ബെസ്റ്റ് ബിരിയാണി ആയിട്ടാണ്. നല്ല കിടിലൻ ടേസ്റ്റ്.